ഒത്തിരി പേരുടെ ഡ്രീം ഡെസ്റ്റിനേഷനാണ് സ്വിറ്റ്സർലൻഡ്. അത്രയും തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണിത്. എപ്പോഴും നമ്മൾ മെയിൻ അട്രാക്ഷൻസ് നോക്കി പോകുമ്പം അവിടെ എല്ലാം ഭയങ്കര ക്രൗഡഡ് ആയിരിക്കും. പക്ഷേ സ്വിസ് ബ്യൂട്ടി ശരിക്കും അറിയണമെങ്കിൽ ഈ ക്രൗഡിൽ നിന്നൊക്കെ മാറിയൊരു സ്ഥലം തന്നെ ചൂസ് ചെയ്യണം. ഞങ്ങൾ എടുത്തിരുന്നത് മെർലിംഗ് എന്ന് പറയുന്ന ഒരു സിറ്റി ആയിരുന്നു. അവിടേക്ക് പോകുന്ന വഴി തന്നെ ഭയങ്കര രസമുള്ളതായിരുന്നു. ഒരു കൈലാസത്തിൽ കൂടെ പോകുന്ന ഫീലായിരുന്നു. ഞങ്ങൾ ചൂസ് ചെയ്തത് ഒരു ലേക്ക് ആൻഡ് മൗണ്ടെയിൻ വ്യൂ ആണ്. അതുപോലെ തന്നെ സ്വിസ് ഷാലറ്റ്സ് ആണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ അതൊരു യുണീക്ക് എക്സ്പീരിയൻസ് ആയിരിക്കും. അവിടെ അടുത്ത് തന്നെയുള്ളൊരു കിഡിലൻ സ്പോട്ട് ഞങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. സെയിൻറ്റ് ബെയാറ്റസ് കേവ്സ്. ഇത് ലേക്ക് ട്യൂണിനെ ഫേസ് ചെയ്തിരിക്കുന്ന ഒരു കേവാണ്. നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമ്മളെ വെൽക്കം ചെയ്യുന്നത് അവിടെ ഒരു വാട്ടർഫോൾസ് ആണ്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത്രയും ഹൈറ്റ്സിലുള്ള മൗണ്ടനിൽ നിന്ന് വരുന്ന വെള്ളം ഈ കേവിനകത്തൂടെ പോയി താഴെ വരെ എത്തുക. അതത്രയും നമുക്ക് നടന്ന് കാണാം. താഴത്തെ കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുക്കാം. ആൻഡ് അവിടെ അടുത്ത് തന്നെ ഒരു ചെറിയ മ്യൂസിയം ഉണ്ട്. അത് വിസിറ്റ് ചെയ്ത് ഇതിൻ്റെ ഹിസ്റ്ററിയൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് മുകളിലേക്ക് കയറാം. വിൻ്റർ ടൈമിൽ ഇവിടെ വന്നത് ഒരു ബെസ്റ്റ് ഡിസിഷൻ ആണെന്ന് തോന്നിയത് ഇവിടെ ഈ മഞ്ഞിനിടയിലൂടെ മുകളിലേക്ക് കയറിയപ്പോഴാണ്. ഈ വഴിയിലൂടെ നടന്ന് മുകളിലെത്തി ആൻഡ് അവിടെ നിന്ന് കിട്ടുന്ന ആ വ്യൂ എന്ന് പറയുന്നത് ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ബെസ്റ്റ് വിഷ്വൽ ട്രീറ്റ് തന്നെയാണ്. ഇതൊരു 14 കിലോമീറ്റർ എക്സ്റ്റെൻഡ് ആയിട്ട് കിടക്കുന്ന കേവാണ്. ടിക്കറ്റ് സ്കാൻ ചെയ്ത് കേവിനുള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറൊരു ലോകത്തെത്തിയ പോലെയാണ്. ഒത്തിരി അണ്ടർഗ്രൗണ്ട് സ്ട്രീംസിൻ്റെയും വാട്ടർ ഡ്രോപ്ലെറ്റ്സിൻ്റെയും ഒക്കെ സൗണ്ട് കേട്ട് ഇങ്ങനെ നടക്കാം. ശരിക്കും പറഞ്ഞാൽ ഒരു മെഡിറ്റേറ്റീവ് വേൾഡിൽ എത്തിയ പോലെ ഉണ്ടാവും. നമുക്കൊരു 1-1.25 മണിക്കൂർ നടക്കാനുണ്ട്. ഒത്തിരി നടന്ന് ക്ഷീണിക്കുവാണെങ്കിൽ മുകളിൽ തന്നെ ഒരു ചെറിയ റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ നമുക്കൊരു ചായയൊക്കെ കുടിച്ച് ഫുഡൊക്കെ കഴിച്ച് പുറത്തേക്ക് പോകും. പിന്നെ നമ്മൾ കയറി വരുന്ന വഴി എന്ന് പറയുന്നത് ഫുള്ള് വുഡൻ ഹാൻഡ് റെയിൽസ് ഇതുപോലെ വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊക്കെ അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇവിടെ ഈ ഹാൻഡ് റെയിൽസ് ഇല്ലാത്ത കുറച്ച് സ്ഥലമുണ്ട്. അതിലൂടെ നടന്ന് കാണുന്ന വ്യൂവും ഭയങ്കര രസമുള്ളത് തന്നെയാണ്. അങ്ങോട്ടേക്കും പോവാം. ഇവിടേക്ക് എത്താൻ വേണ്ടിയിട്ട് നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നിൽ കാറോ അല്ലെങ്കിൽ ബസ്സോ ചൂസ് ചെയ്യാം. കാറിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ പാർക്കിംഗ് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് സ്വിസ് ഫ്രാങ്ക്സ് കയ്യിലുണ്ടാവണം. അതുപോലെ തന്നെ ഇവിടെ ഒത്തിരി പാർക്കിംഗ് സ്പേസ് അവൈലബിൾ ആയിരുന്നില്ല. ഈ കേവിൻ്റെ എൻട്രി ഫീ വന്ന് 20 സ്വിസ് ഫ്രാങ്ക്സ് ആണ്, ഇൻക്ലൂഡിങ് മ്യൂസിയം. സ്വിസ് പാസ് പോലെ തന്നെ നമുക്ക് റീജിയൻ വൈസ് കുറച്ച് കാർഡുകളും എടുക്കാൻ പറ്റും. അപ്പോൾ ലേക്ക് ട്യൂൺ പനോറമിക് കാർഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു 20% ഡിസ്കൗണ്ട് വരെ കിട്ടും. മെയിൻ അട്രാക്ഷൻസ് ആയിട്ടുള്ള ഗ്രിൻഡൽവാൾഡ്, ഇന്റർലാക്കൻ, ലൗട്ടർബ്രുണ്ണനൊക്കെ ബൈ കാർ ഇവിടെ നിന്നൊരു 25 to 40 മിനിറ്റ്സ് ഡിസ്റ്റൻസിലാണുള്ളത്. അതുപോലെ തന്നെ ഒരു 1 ഡേ ട്രിപ്പാണ് നിങ്ങൾ ഇവിടേക്ക് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ലേക്ക് ട്യൂണിൻ്റെ ബോട്ട് റൈഡും അതുപോലെ ഒരു പനോറമിക് ബ്രിഡ്ജ് വിസിറ്റ് ഉണ്ട്, അതും കൂടി ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു. ബൈ.